മക്കളെ, ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആറാട്ടായിരിക്കും. ഇവിടെ മനുഷ്യന്മാർ ഒരുപാട് മതവും ദൈവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് മനുഷ്യ ആൾ ദൈവങ്ങൾ വേറെയും കുറേ ഉണ്ട്. അപ്പം ആ കൂട്ടത്തിലേക്കാണ്, ഓർമ്മയില്ലേ, കുറച്ചു കാലം മുമ്പ് വൈറലായ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി സമാധി ബോക്സ് അൺബോക്സ് സ്വാമി. നിങ്ങളാരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ അവിടെ ജീപ്പേ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിടി. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ശ്രീ കാളഹസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടികൾ വേറെ ലെവലിലാണ്. അങ്ങേരെ പിടിച്ചിട്ട് മറ്റേ കൈലാസനാഥനാക്കിയൊക്കെ മാറ്റിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഈ ഒരു കോണ്ടന്റിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ശിവൻ്റെ ഒരു എന്താ പറയുക, വേറൊരു രൂപമാണോ അല്ലെങ്കിൽ ശിവൻ്റെ അവതാരമാണോ നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി, അത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ അവതാരമാണോ ശിവൻ എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത കഥയാണ്. ഇനി നിങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അതായത് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, കാവുവിളാക്കം ശ്രീ കൈലാസനാഥ മഹാദേവസ്ഥാനം. ഓഹോ, കൈലാസനാഥപുരം ആറാലമ്മൂട് കൈലാസനാഥപുരം. ഇത് എന്താണ് മൊത്തത്തിൽ കൈലാസാക്കി മാറ്റിയ മഞ്ഞും നന്ദിയും മലയും ഇതൊക്കെ തന്നെ എനിക്ക് കുറവുള്ളത് തോന്നുന്നുണ്ട്. ഓം ബ്രഹ്മഋഷി ഗോപൻ സ്വാമി സമാധി ദേവസ്ഥാനം ശ്രീ യോഗീശ്വര ഗുരുദേവ മണ്ഡപം. എന്തുവാ അത്? അയ്യോ, അല്ലെങ്കിലേ ഇവിടെ കുറേ ആൾക്കാർ ഈ ഉള്ള ദൈവങ്ങളെയൊക്കെ വിറ്റ് ജീവിക്കുന്നുണ്ട്. അപ്പം അതുകൂടാതെ പുതിയൊരു അവതാരം കൂടി. അവരാധമാണോ അവതാരമാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. എന്താണെങ്കിലും കുറച്ച് കാലമായിട്ട് ഇവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ അവിടെ മഹാസംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് പോയേക്കാം. ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തിയതിലൂടെ വിവാദത്തിലായ ശ്രീ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിൽ ഉപദേവതയെ കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തച്ചന്റെ നേതൃത്വത്തിൽ അകത്ത് നടക്കുന്നുണ്ട്. 6 മാസങ്ങൾക്കിപ്പുറം ഈ സമാധി സ്ഥലത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് നമ്മളിവിടേക്ക് എത്തുന്നത്. ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന, മക്കളായ രാജസേനൻ, സനന്ദൻ, അവർ എല്ലാവരും നമ്മളോടൊപ്പം ചേരുകയാണ്. സമാധിയായി 41-നാണ് ഇത് ചടങ്ങ്. യഥാർത്ഥത്തില് അച്ഛന്റെ സമാധി സമയം മുതൽ 41-ആണ്. അപ്പൊ ആ 41 ആയപ്പോഴത്തേക്ക് നടത്താൻ സാധിച്ചില്ല ഈ വിഷയങ്ങളോടെ തന്നെ. അപ്പം മഹാസമാധി നടത്തിയിട്ട് പിന്നെ വരുന്നത് 41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവരാത്രി ആയിരുന്നു. അന്ന് നമുക്ക് അന്നത്തെ സാഹചര്യവും അന്ന് ഒത്തില്ല. അപ്പം നമ്മൾ അതിനുശേഷം ഈ ശിവലിംഗ പ്രതിഷ്ഠ മയിലാടിയിൽ നിന്ന് നമ്മളത് ഓർഡർ ചെയ്ത് അത് വരികയും ചെയ്തു. അത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തണം. അതായത് ശിവനിൽ ലയിച്ച ഒരാളാണ്, ഒരു മനുഷ്യനായിരുന്നു, ദൈവമല്ല. അപ്പം മനുഷ്യനായിരുന്നു. ആ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ആ ഈശ്വരനെ ധ്യാനം, തപസ്, ഉപാസന എന്നീ ക്രമങ്ങളുടെ ഈശ്വരാരാധന, ആത്മാരാധന ചെയ്ത് ഭഗവാനെ ശരിക്കും പ്രീതിപ്പെടുത്തി ഒരു ഭഗവാന്റെ ഭക്തൻ എന്ന് പറയുന്ന ആ ഒരു വലിയൊരു തലത്തിലേക്ക് ആ ഒരു ഗോപൻ സ്വാമി എന്റെ അച്ഛനും ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു സ്വാമിയെ ഉണ്ടാക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് കിട്ടിയല്ലോ. ചിക്കൻ കറി മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ 1 കിലോ ഉള്ളി, 1 കിലോ സവാള, അതിലേക്ക് ലേശം വെള്ളം, പിന്നെ ഉപ്പ്, പിന്നെ ചിക്കൻ മട്ടൻ. ഇതുപോലെയാണ് ഇപ്പോൾ പറഞ്ഞത്. ശിവനിലേക്ക് ലയിക്കാൻ വേണ്ടി എൻ്റെ അച്ഛൻ ശിവനിലേക്ക് പോകാൻ ബ്രഹ്മം പൂണ്ടിരുന്ന് പിന്നെ കുറേ ഭസ്മം, പിന്നെ ആകെ ലയിപ്പിച്ച് എല്ലാവരും കൂടി കൊണ്ടുപോയി സമാധിയാക്കിയിരുത്തി. ലാസ്റ്റ് ഇപ്പോൾ സ്വാമി ആക്കാനുള്ളൊരു ഫോർമുലയും പറഞ്ഞു നാട്ടുകാർക്ക്. ഇവിടെ എല്ലാം കച്ചവടമാണ്. ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, ഈ നാട്ടിൽ ഓക്കെ ഇപ്പോൾ ഒരു മതം, അതിൽ കുറേ ദൈവങ്ങൾ, അങ്ങനെ കുറേ വിശ്വാസികൾ. ഇത് ഈ ശിവഭക്തന്മാരൊന്നും കാണുന്നില്ല മക്കളെ. അതാ അച്ഛനെ പിടിച്ച് ശിവൻ്റെ മറ്റേ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ശിവലിംഗം കൊണ്ടുപോയിട്ട് അത് അച്ഛൻ്റെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അച്ഛനെ കുടിയിരുത്തിയ, അതായത് ബേസിക്കലി അയാളെ കുഴിച്ചിട്ട സ്ഥലത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഇപ്പോൾ ശിവലിംഗമാണ്. അപ്പോൾ അതിനർത്ഥം അവർ പറയുന്നത് അച്ഛൻ ശിവനിലേക്ക് അലിഞ്ഞു പോയി എന്നാണ്. മണ്ണോട് മണ്ണായി തീപ്പെട്ട് പോയി കേട്ടിട്ടുണ്ട്. ദൈവത്തിലേക്ക് അലിഞ്ഞു, അത് ശിവനിലേക്ക് അലിഞ്ഞു പോയി, സ്വയം ബ്രഹ്മമായി എന്നൊക്കെ പറയുമ്പോൾ ഏത് ലെവലിലേക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു ബിസിനസ് തന്ത്രം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ബേസിക്കലി ദൈവം അതൊക്കെ ബിസിനസ്സാണ്. ഇനി ഇവരുടെയും കൂടി ഒരു കുറവ് വേണ്ട. ഇനിയിപ്പം അങ്ങോട്ട് ഒഴുക്കാണ്. ഇനി ഇവിടെ ആറാട്ടാണ്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ആറാട്ട്.
ഇതിന്റെ സാമ്പത്തികമൊക്കെ എത്രയധികം? സാമ്പത്തികം അത് തന്നെ, സാമ്പത്തികമൊക്കെ നമ്മുടെ ഒരു പശുവിനെ ഒക്കെ വിറ്റ് ചെയ്യേണ്ട ഒരു ഞാനത് വാർത്തയിലൊക്കെ നമ്മളെ കൊണ്ടുവന്നു വിറ്റ് അങ്ങനെ നമ്മളത് നമുക്ക് എത്ര എങ്ങനെയാ ഇത് വെളിപ്പെടുത്തുന്നത്? അങ്ങനെ ഭഗവാന് സമർപ്പിക്കുന്നത് ഒരിക്കലും നമ്മൾ അതിനൊരു വില പേശാൻ പാടില്ല. കുറച്ചധികം പൈസ ആയില്ലേ ഇങ്ങനെ? അത് പറയാൻ പാടില്ല. അതായത് ഈശ്വരന് സമർപ്പിക്കുന്നത് എന്തും നമ്മൾ അത് വില പേശാൻ പാടില്ല എന്ന് കാണിക്കുകയാണ്. അത് സമർപ്പണമാണ്. അത് സമർപ്പണം. അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ശിവലിംഗ പ്രതിഷ്ഠ ചെയ്തു. ആരെന്ത് തന്നെ നമ്മളെ ആക്ഷേപിച്ചാലും ശരി, എന്ത് തന്നെ അധിക്ഷേപിച്ചാലും ശരി, സത്യം സത്യമായിട്ട് തന്നെ അത് നിലനിൽക്കും. അത് ധർമ്മം ജയിക്കുക തന്നെ ചെയ്തു. എങ്ങനെ സ്ഥിരം മതം വെച്ച് വിൽക്കുന്നവർ പറയുന്ന ഐറ്റം ദൈവത്തിലേക്ക് എന്ത് സമർപ്പിച്ചാലും നമ്മൾ അതിന്റെ കണക്ക് നോക്കാനോ പറയാനോ പാടില്ല. ബേസിക്കലി അവിടെ വരുന്ന വിശ്വാസികളായുള്ള വ്യക്തികൾ ആ അമ്പലത്തിലേക്കും ദൈവത്തിനെയും വിശ്വസിച്ച് കൊടുക്കുന്ന ഒരു കാര്യവും പിന്നെ അവർ കണക്ക് ചോദിക്കരുത്, പറയരുത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് പരിപാടി. എല്ലാ മതത്തിലുള്ള പോലെ തന്നെ ഇവിടെയും വെച്ച് വിൽക്കുന്ന പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ 2 മക്കൾക്കും പണിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ എന്ന് പറഞ്ഞൊരു മുതലുണ്ടല്ലോ അവിടെ, ആ ലേഡി, അവരുടെ ഒരു ബൈറ്റ് കൂടി ഉണ്ട് ഇതിനകത്തിരിക്കുന്നത്. അത് അതിലേറെ കോമഡിയാണ്. എടാ എന്തൊക്കെ കാണണം ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആക്ച്വലി ഈ വിഷയത്തിലൊക്കെ കുറേ ആൾക്കാർ ആ ചുറ്റുപാടുള്ളവരും ഉണ്ടായിരിക്കുന്നത് ഹൈലി സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കണം അവരൊക്കെ ഉണ്ടായിരിക്കുന്നത്. അന്ന് തന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇതൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ചുറ്റമ്പലമൊക്കെ വെച്ച് ഇയാളെ പിടിച്ച് ദൈവമാക്കി. ഞാൻ ശിവനാക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്നാലും എൻ്റെ ശിവനേ വല്ലാത്തൊരു പരിപാടിയാണ് ഞാൻ കാണിച്ചു വെച്ചത്. എന്നാലും ഇനിയിപ്പോൾ ആ ചുറ്റുപാടുള്ള സ്ഥലവും അതിലേക്കുള്ള വഴിയും നാട്ടുകാരുടെ സ്വൈര സഞ്ചാരമൊക്കെ തടസ്സപ്പെടുത്തി ഇതൊരു വലിയ സെറ്റപ്പാക്കി. എന്നിട്ട് ഈ സെറ്റപ്പിലേക്ക് ഇനി നാടകം പോലെ അഭിനയിക്കാൻ ഒരു 2-3 ആൾക്കാരെ കൊണ്ടുവന്ന് ഇടും. കല്യാണം നടന്നു എന്ന് പറയും, ചിലപ്പോൾ രോഗം മാറി എന്ന് പറയും. അങ്ങനത്തെ 2-3 ഗിമിക്കുകളൊക്കെ നമ്മൾ കാണേണ്ടി വരും. പിന്നെ അത് കണ്ട് വിശ്വസിച്ചിട്ട് കുറേ ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ സ്വാമിയെ കാണാൻ, അതായത് അവിടെ ഇരിക്കുന്ന പരമശിവനേക്കാൾ വലിയ സ്വാമിയായിട്ട് വേണമെങ്കിൽ ഗോപൻ സ്വാമി മാറും. എന്താ ഉദ്ദിഷ്ടകാര്യലബ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ ഗോപൻ സ്വാമിക്ക് 2 ചന്ദനത്തിരി കത്തിക്കേണ്ട അവസ്ഥയൊക്കെ നാട്ടുകാർക്ക് വന്നാലോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ വർഷാവർഷം ഉത്സവം, പൂജ. ഗോപൻ സ്വാമീൻ്റെ ലൈഫിനല്ലേ ജീവിച്ചിരുന്നപ്പോഴേക്കാളുള്ള റിച്ച് ലൈഫാണ് ആശാന്. മരിച്ചതിന് ശേഷം മക്കൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളതെന്നാണെങ്കിൽ ദൈവമാക്കി കളഞ്ഞ അച്ഛന് മക്കൾ. അയ്യോ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർക്ക് പോവാം. 36 എന്താ പറയുന്നത് നോക്കട്ടെ. അത് ഉപദേവതകളെ അവിടെ പ്രതിഷ്ഠിക്കണം. അത് പോയിട്ട് ഇത് അതിനകത്ത് ഊട്ടുപുരയില്ല. അപ്പൊ ക്ഷേത്രത്തിനകത്തുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയിട്ട് നിത്യപൂജ എല്ലാ ഭക്തർക്കും 2 നേരവും രാവിലെ വൈകുന്നേരം തുറന്ന് പൂജകൾ കൊടുക്കാനാണ് നമ്മൾ ആശിക്കുന്നത്. അത് ഭഗവാന്റെ കൃപാലം നടക്കുമെന്ന് വിശ്വസിച്ച് നാട്ടുകാർ വന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് കമ്മിറ്റി കൂടണം, ഞങ്ങൾ സഹകരിക്കാം. അവര് വന്നാണ് ഈ ടാർപ്പെല്ലാം ഒക്കെ വലിക്കാനും ഇരിക്കാനും കസേരകളൊക്കെ ഇട്ട് കമ്മിറ്റി കൂടുന്നത്. ഇനി മാറ്റും, ഇനി പൈസ കിട്ടി പണിതാലിത് മാറ്റണം അല്ലേ? പൈസ കിട്ടിയേ മാറ്റണം. സുരേഷ് ഗോപി തന്ന അതിന്റെ പൈസ ഇതിപ്പോ ആ ബാലിത കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കാര്യങ്ങൾ പിന്നെ എണ്ണ തിരി ഭഗവാന് പുഷ്പം ഇങ്ങനെയൊക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്. മക്കൾ 2 സഹകരിക്കണോണ്ട് ഞാൻ ഇത്തിരി സന്തോഷത്തിൽ തന്നെ. മക്കള് 2 സഹകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവിടുന്ന് വന്ന് സുരേഷ് ഗോപി തന്നാലെന്നൊക്കെ പറഞ്ഞിട്ട് 36 കൊണ്ട് തേനും പാലും കിനിഞ്ഞൊഴുകി വായെന്ന്. എന്തൊരു സന്തോഷം ചിരിയും. ഭർത്താവ് മരിച്ച് സമാധിയായിട്ട് 6ാം പക്കം ഭർത്താവിന്റെ സമാധിനെ മൂളിൽ കൊണ്ടുപോയിട്ട് മറ്റേ ശിവലിംഗവും വെച്ച് 36 അവിടെ ബിസിനസ്സും തുടങ്ങി. ലാസ്റ്റ് സുരേഷ് ഗോപി നന്നാ കുഴപ്പമില്ല. എൻ്റെ പൊന്നമ്മച്ചി. അപ്പൊ നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഭർത്താവിനെ ശിവനിലേക്ക് അലിയിച്ചു വിട്ടിട്ട് അമ്മയും മക്കളും കൂടി എന്ത് ബിസിനസ്സോ എന്താ ഞാൻ ആലോചിക്കുന്ന നാട്ടുകാരെ കഥ. നാട്ടുകാര് മറ്റേ ടാർപ്പാളിയും മറ്റേ കസാലയൊക്കെ കൊണ്ടുപോയി കൊടുത്തു, കമ്മിറ്റി കൊണ്ടുവന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു. അവിടെ അത്രയും അന്തം കമ്മികളായ നാട്ടുകാരുണ്ടോ ഈ നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെ? കാണാതിരിക്കൊന്നുമില്ല. ബേസിക്കലി ഇതാണ് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഏറ്റവും ലാഭത്തിൽ കേരളത്തിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ഒരു ഫോർമുലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ മകൻ പറഞ്ഞല്ലോ എങ്ങനെ ഒരാളെ സ്വാമിയാക്കാന്നുള്ളതിൻ്റെ ഫോർമുല. അപ്പം ഇങ്ങനത്തെ 2-3 സാധനങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ
വെറുതെ പഠിച്ചുള്ള സമയം കളഞ്ഞ് വെറുതെ അന്തം വിട്ട് നടക്കണ്ട. എന്നെപ്പോലെ കഷ്ടപ്പെട്ട് കാറിലിരുന്ന് വീഡിയോ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പുതിയൊരു തുടങ്ങിയല്ലോ. എനിക്ക് മുടിയിലൊക്കെ എനിക്ക് സാധനമുണ്ട്, താടിയുണ്ട് എനിക്ക്. ഞാൻ ചന്ദനം കാറിലാക്കുന്നില്ല അപ്പൻ. സുരേഷ് ഗോപി തരുമോ? അല്ല, എനിക്ക് സുരേഷ് ഗോപി തരുമോ എന്ന് എനിക്കറിയില്ല. കാറോടക്കനെ ഞാൻ അങ്ങനെ ഇരിക്കാം മുകളില്. എന്താ കാർ ദൈവം ഏജാതി പോക്ക്. ഏത് നൂറ്റാണ്ടിലാവുമ്പോൾ ജീവിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ വിശ്വാസികളെ ഞാൻ പറയുന്നതല്ല. ഇതേപോലെ മനുഷ്യന്മാരെ പിടിച്ച് ദൈവമാക്കുന്ന വിശ്വാസങ്ങളും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് സമ്മതിച്ചു കൊടുക്കരുത് മക്കള്. മനസ്സിലായോ? നമ്മളെ വീട്ടിലൊക്കെ വയസ്സായവർ മരിക്കും, അല്ലെങ്കിൽ അല്ലാതെ ആളുകൾ പല രീതിയിൽ മരിച്ചു പോവാം. മനുഷ്യനാണ്, ജനിക്കും, മരിക്കും. മരണത്തിന് ശേഷം ആരും ദൈവമൊന്നും ആവില്ലടേ. പ്രവർത്തികൾ കൊണ്ട് ചിലപ്പോൾ ദൈവതുല്യനം ആവാം. ഒരു ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കാം അയാൾ ചെയ്ത പ്രവർത്തികൾ, അയാൾ ചെയ്ത നന്മകൾ. അത്ഭുത പ്രവൃത്തി പ്രവർത്തിക്കുന്നുള്ള രീതിയിലൊക്കെ ഒരാളെ പിടിച്ചിട്ട് ശിവനിലേക്ക് അലിഞ്ഞു പോയി എന്നുള്ളത്. ശിവൻ കേൾക്കണ്ട, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ശിവൻ എന്ന് പറഞ്ഞൊരു ദൈവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി ഓടും അങ്ങനെ. അയ്യോ ഗോപൻ സ്വാമി വരണേ ഓടിക്കോന്നിട്ട്. നൈസ് ബിസിനസ്, നൈസ് സ്റ്റാർട്ടപ്പ്. നോക്കാം. അത് പശുവിനെ, ഒരൊറ്റ പശുവിനെ വിട്ടിട്ട് ഇത്ര ഉണ്ടാക്കിയത്. ദിനോസറിനൊന്നുമല്ലല്ലോ വിറ്റേ, പശുവിനല്ലേ വിറ്റേ. എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. അത് കണക്ക് പറയേണ്ട അവസ്ഥ വരില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ നല്ല ഫണ്ട് വന്ന് കാണും ചിലപ്പോൾ. കാരണം ഇങ്ങനത്തെയൊക്കെ പരിപാടികൾ തുടങ്ങുന്ന സമയത്ത് മാക്സിമം ഫണ്ട് ഇറക്കി അവിടെ ഹിന്ദുക്കളുടെ മറ്റേ സാധനം ഊട്ടി ഉറപ്പിക്കാനുള്ള ടീംസൊക്കെ ഇതിനിടയിലുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഇറക്കി കാണൂടെ, പറയാനൊന്നും പറ്റുന്നില്ല. ഇനി ഇവിടെയും പോയിട്ട് കുറേ എണ്ണം തൊഴുത് വഴിപാടും കഴിച്ച് അങ്ങനെ നടക്കും. കൊള്ളാം. എന്താണെങ്കിലും ബിസിനസ്, സ്റ്റാർട്ടപ്പ് ബിസിനസ് സർക്കാരിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം അല്ലേ? കെ സ്വാമി അമ്പലം അങ്ങനെ വേണമെങ്കിൽ പറയാം. കെ പ്രൊജക്റ്റിൽ വേറൊരു പ്രൊജക്റ്റ് കൂടി.